കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ഉണക്കച്ചെമ്മീനാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടരിഞ്ഞ ഒരു 10-20 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ 2 വലിയ തക്കാളിയാണ്, നല്ല പുളിയുള്ള നല്ല തക്കാളിയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കല്ലേ. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ തോന്നും ഇങ്ങനെ അങ്ങോട്ട് വാരി കഴിച്ചാലോ എന്ന് തോന്നും. അതുപോലൊരു മണമാണ് ഈ സമയത്ത് വരിക. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണോ, നല്ല കുറുകിയ ചാറാണോ വേണ്ടതോ നീണ്ടിരിക്കണോ, അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ അരച്ചെടുക്കണേ. അപ്പം ഞാൻ തേങ്ങ ചിരവാനൊന്നും നിന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൂളി എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ. ചിരകാനൊക്കെ നിന്നാൽ കുറേ സമയം പോകും. അപ്പോൾ അതേ നമ്മൾ ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. തിളപ്പിക്കാനായിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കടുക് കാച്ചി ഒഴിക്കണം കേട്ടോ. കടുക് കാച്ചി ഒഴിക്കുമ്പോഴാണ് നമ്മളുടെ കറിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും പിന്നെന്താ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൊച്ചുള്ളിയൊക്കെ കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മളുടെ കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെച്ച് ഇരിക്കുക. അപ്പോഴേക്ക് ഇങ്ങനെ മൂടി വയ്ക്കുമ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ പിന്നെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാട്ടോ ഈ ഒരു കറി കൂട്ടി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതുവരെ ഉണക്കച്ചെമ്മീൻ്റെ ഇങ്ങനെ കറി വെച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ ഈ തക്കാളിക്ക് പകരം മാങ്ങ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നാട്ടിലൊക്കെ ഇഷ്ടത്തിന് മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. എനിക്ക് മാങ്ങ ഇവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തക്കാളി ഇട്ടിട്ട് വെച്ചത്. പക്ഷേ തക്കാളി ഇട്ട് വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി മറക്കാണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.